സ്വിച്ചിട്ടാൽ ലഭിക്കുന്ന ഊർജ്ജമെന്നാണ് വൈദ്യുതിയെക്കുറിച്ച് നമ്മളിൽ പലരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ വൈദ്യുതി നമ്മുടെ വീട്ടിലെത്തുന്നതിന് പിന്നിലെ പ്രയത്നത്തിനെക്കുറിച്ച് എത്ര പേർ ആലോചിച്ചിട്ടുണ്ട്? ഉൽപ്പാദന നിലയത്തിൽ നിന്നും പല തലങ്ങൾ താണ്ടി നിരവധി ലൈനുകളിലൂടെ സങ്കല്പിക്കാനാവുന്നതിനേക്കാട്ടിലും ദൂരം സഞ്ചരിച്ചാണ് വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഒരു 220 kV ലൈനിന്റെ നിർമ്മാണത്തിന് പിന്നിലെ ബുദ്ധിമുട്ട് നേരിട്ട് കാണാം. വൈദ്യുതിയുടെ സേവനം ലഭിക്കാൻ ഞൊടിയിട മതിയെന്നതിനാൽ ഈ ഊർജ്ജരൂപം എങ്ങനെ നമ്മളിലേക്ക് എത്തുന്നു എന്ന് പലരും തിരക്കാറില്ല. ഒരു നിമിഷം വൈദ്യുതി തടസ്സപ്പെട്ടാൽ ജീവിത താളത്തിനോടൊപ്പം നമ്മുടെ ക്ഷമയുടെയും സഹനത്തിന്റെയും താളവും തെറ്റുന്നു. എന്നാൽ ഇടതടവില്ലാതെ നമുക്കായി വൈദ്യുതി എത്തിക്കുന്നതിന് പിന്നിലെ പ്രയത്നത്തെ നമ്മളിൽ എത്ര പേർ കാണുന്നു? വൈദ്യുതി ലൈൻ എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും നമ്മുടെ വീട്ടിലേക്കുള്ള ലൈനാവും ഓർമ്മയിലെത്തുക. എന്നാൽ വൈദ്യുതി വിതരണ ശൃംഖലയുടെ മുഖ്യ നാഡിയായ 220 kV ലൈനുകൾ തകരാറിലാവുമ്പോൾ ചിലപ്പോൾ പല ജില്ലകളടങ്ങുന്ന ഒരു മേഖല തന്നെ ഇരുട്ടിലാവും. ഒരു ലൈനിനെ പൂർവ്വസ്ഥിതിയിലെത്തിക്കുന്ന ജോലി എത്രത്തോളം ശ്രമകരമാണെന്ന യാഥാർത്ഥ്യം പലരും കാണുന്നില്ല. ഒരു പുനഃസ്ഥാപനം തന്നെ എത്ര ശ്രമകരമെങ്കിൽ ആദ്യമായി ഈ ലൈനുകളും ടവറുകളും സ്ഥാപിച്ചതിനു പിന്നിലെ അധ്വാനം എത്രമാത്രം കഠിനമായിരുന്നിരിക്കാം. KSEBയുടെ പുതിയ ഓരോ വൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണത്തിലും അവർ നേരിടുന്ന പ്രതിബന്ധങ്ങളും ചില്ലറയല്ല. നമ്മുടെ വിളക്കുകൾ അണയാതിരിക്കുന്നതിനു പിന്നിൽ ഇവരുടെ നിതാന്ത ജാഗ്രതയാണെന്ന് പറയാതെ വയ്യ.